എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ അരികിലായി അൾത്താരയിൽ. മനോഹരമായ ദിവ്യകാരുണ്യ ഗാനങ്ങളിലൂടെ ഒരുപാട് ഹൃദയങ്ങളെ ഈശോയിലേക്ക് അടുപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ബിനോജ് മുളയൂരകച്ചനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും സ്വീകരിക്കട്ടെ. അച്ഛൻ്റെ ദിവ്യകാരുണ്യ ഗാനങ്ങൾ അതിലൊക്കെ തന്നെ മിക്ക ഗാനങ്ങളിലും ഒരു ദിവ്യകാരുണ്യ അനുഭവം ഫീൽ ചെയ്യാറുണ്ട്. ഓരോ വരികളിലും നമുക്ക് ഒരുപാട് പേര് ഗാനങ്ങൾ എഴുതാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്കതിങ്ങനെ ഒരു ധ്യാനം കൂടുന്ന ഫീലൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു ഒരു കണക്ഷൻ എന്താണ് വെച്ചാൽ? ദിവ്യകാരുണ്യം ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇപ്പോൾ ജോജോ പാടിയ പോലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് ദിവ്യകാരുണ്യം. അതൊരു വലിയ സ്നേഹത്തിൻ്റെ ഒരു കഥയാണത്. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം ദിവ്യകാരുണ്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യം ദിവ്യകാരുണ്യമാണ്. 24 മണിക്കൂറും ആർക്കും ഓടി വരാവുന്ന തുറന്നിട്ട ഹൃദയത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. നമുക്ക് നിത്യാരാധന ചാപ്പലുള്ളതുകൊണ്ടാണ് ആർക്കും എപ്പോൾ വേണേലും ഓടി വരാം. ഏത് പാപിക്കും, വേദനിക്കുന്നവനും തളർന്നവനും തകർന്നവനും. ഇപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു ആഴത്തിലേക്കുള്ള യാത്രയാണ്. വിശുദ്ധ കുർബാന എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോകത്തെ ഏറ്റവും അധികം തിരിച്ചറിയപ്പെടാതെ പോയൊരു സ്നേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അമ്മച്ചി ഒത്തിരി നല്ലൊരു പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. അമ്മച്ചി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ്, പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി ഞാൻ അറ്റൻഡ് ചെയ്ത ഏറ്റവും വലിയ ക്ലാസ്. അമ്മച്ചി കുർബാനയ്ക്ക് നിൽക്കുന്നത് കാണുന്നതിനൊരു അത്ഭുതമാണ്. അമ്മച്ചിയുടെ കണ്ണുകളിൽ അത്ഭുതം ഉണ്ടായിരുന്നു. പള്ളിയിൽ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കണം, ഉറക്കെ പാടണം, ഉറക്കെ പ്രാർത്ഥിക്കണം, പള്ളി കൈ കെട്ടി നിൽക്കാൻ പാടില്ല, കൈ കൂപ്പി നിൽക്കണം. അന്ന് മുതൽ ഒരു സ്നേഹം ഇങ്ങനെ ഉള്ളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. ആ സ്നേഹം കൂടി കൂടി വന്നപ്പോൾ ദിവ്യകാരുണ്യം കയ്യിലെടുക്കണമെന്ന് കൊതിയായാണ് അച്ഛനാവൻ പോയത്. അടിപൊളി. ഈ ഇപ്പോൾ വാക്കുകൾ, അതായത് ഇപ്പോൾ എന്തൊരു അത്ഭുതമാണ്. എനിക്കതിനകത്ത് തന്നെ ഞാൻ ഒരു 5 ദിവസമൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനങ്ങൾ കൂടാറുണ്ട് പലരും, അല്ലെങ്കിൽ 3 ദിവസത്തെ ധ്യാനമൊക്കെ. പക്ഷേ എനിക്ക് അച്ഛൻ്റെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യ ഗാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ദിവ്യമാം സ്നേഹമേയുണ്ട്, പല പാട്ടുകളുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് ഒരു വരി എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത വരിയാണ്, കാലികൾക്ക് നടുവിൽ നീ പിറന്നുവല്ലോ, എൻ്റെ കുറവുകൾക്ക് നടുവിൽ നീ പിറക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരുപാട് ഞാൻ ശരിക്കും അത് ഫസ്റ്റ് സെക്കൻഡ് ചരണമാണ് ശരിക്കും അത്. പക്ഷെ ഞാനെപ്പോഴും അത് പല്ലവി കഴിഞ്ഞ് പിന്നെയുള്ള ഭാഗത്താണ് ഞാൻ പലപ്പോഴും പാടാറ്. കാരണം അതെനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു അങ്ങനെയൊക്കെ ഒരു ചിന്തയിലേക്ക് വരാനായിട്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു ബന്ധം, അതായത് അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടല്ലോ, അത് അച്ഛൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് അങ്ങനെ എത്തുന്നത്? നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയുന്നതും പാടുന്നതാണ് ഏറ്റവും വലുത്, അല്ലേ? നമുക്ക് കുറേ വരികൾ ചേർത്ത് വെച്ച് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നമുക്കുള്ള അനുഭവം തന്നെയാണല്ലോ. ഞാൻ സെമിനാരി ചേരുന്ന സമയം തൊട്ട് എൻ്റെ മനസ്സിൽ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അച്ഛൻ ഈശോയെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിലെ അച്ഛന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ, അച്ഛൻ്റെ ചങ്കിടിക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണ് ഒരാൾക്ക് താങ്ങാൻ പറ്റുക? അച്ഛൻ്റെ കണ്ണുകൾക്കും ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിനും താങ്ങാവുന്നതിനപ്പുറം ഒരു സ്നേഹമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ ചങ്കിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ സെമിനാരി ചേർന്ന അന്ന് മുതൽ സെമിനാരിക്കാലം മുഴുവൻ 12.5 വർഷം മുടങ്ങാതെ നടത്തിയൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ഞാൻ ഇങ്ങനെ ഉള്ളി പറയും, ഈശോയെ, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം നീയല്ലേ. എല്ലാവരും എന്താണ് ഈ അത്ഭുതം കാണാത്തത്? മഹാത്ഭുതങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഈ അത്ഭുതം, അല്ലേ? എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ അപ്പമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ അനുഭവം കുറേ വർഷങ്ങൾ മനസ്സിൽ കിടന്ന് ഊറി ഉണ്ടായതാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ നിത്യാരാധന ചാപ്പൽ 2013-14 13 തോന്നുന്നു. അങ്ങനെ ആ സമയത്താണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഈശോയെ കണ്ട് ഇങ്ങനെ പാടിയതാണ് എന്തൊരത്ഭുതമാണ് പാടിയതാണ്. ഈ ആരാധനയുടെ സമയത്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. ഞാനൊരു പാട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതിയ പാട്ടുകൾ വളരെ ചുരുക്കമാണ്. ഇന്നൊരു പാട്ട് കമ്പോസ് ചെയ്തേക്കാം, അത് പ്രത്യേക ചില കോണ്ടെക്സ്റ്റിലെ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ചിരിക്കുന്ന ചില പാട്ടുകളൊക്കെയാണ്. എന്നൊഴിച്ച് എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. പാട്ടുകൾ എനിക്ക് കിട്ടുന്ന പാട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന സ്വഭാവമാണ്. അത് ഏറ്റവും കൂടുതൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടയിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ
അപ്പോൾ ആരാധിക്കാൻ കിട്ടിയ പാട്ടുകളാണ് പിന്നീട് മറ്റുള്ളവർക്ക് ആരാധിക്കാൻ കൊടുത്തത്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പലത് എഴുതുന്നു അല്ലെങ്കിൽ ട്യൂൺ ചെയ്യുന്നു. അതല്ലാത്ത രീതിയിൽ ചെയ്യേണ്ടി വന്ന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ അച്ഛന് അങ്ങനെ ഒരു ഫീല്, അതായത് ഒരു ദിവ്യകാരുണ്യ ബന്ധം ഉണ്ടായിട്ടുണ്ടോ, അത് വെറുതെ അങ്ങനെ ഒരു എഴുതി വിടാണോ? അപ്പോഴും ഉണ്ട്. കാരണം ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈശോ പാവല്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മുടെ ദിവ്യകാരുണ്യ സന്നിധിയിലല്ലേലും ഈശോയ്ക്ക് നമുക്ക് ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങൾ തരാൻ പറ്റും. പക്ഷെ നമുക്കെന്തോ കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ ഉണ്ടായ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടുത്തുണ്ടായ പാട്ടുകൾ, ഇപ്പോൾ ആയിരങ്ങളേക്കാൾ സുന്ദരനെ, അത് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുന്നു ജർമ്മനിയിൽ. ദിവ്യകാരുണ്യ സന്നിധി ഞാൻ കീബോർഡ് വെച്ച് ഇങ്ങനെ പാടുമ്പോൾ ഒന്നും ആലോചിക്കാതെ പാടുന്നതാണ്. അവിടെ ഇങ്ങനെ ഏതൊരു സിസ്റ്ററിന് ഈശോയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിക്കാണും, അതെൻ്റെ ഉള്ളിലേക്ക് വന്നതായിരിക്കും. ആയിരങ്ങളേക്കാൾ സുന്ദരനെ എന്ന് വന്നത് അങ്ങനെയായിരിക്കും. അതുപോലെ വാക്കുകൾ പോരാ അത് ഓസ്ട്രേലിയയിലൊരു റിട്രീറ്റിനിടയിൽ ആരാധനയ്ക്കിടയിൽ ഒന്നും ചിന്തിക്കാതെ പാടുന്നതാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ അധികവും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ചില സ്ഥലത്ത് ചില അച്ഛന്മാർ ആരാധന നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഞാൻ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷം നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വരികൾ തന്നെ ചാടും. അന്ന് ഈ മൊബൈലൊക്കെ അധികം ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നീട് അതൊക്കെ നമ്മളിങ്ങനെ വന്ന് അപ്പോൾ റെക്കോർഡ് ഇടും. കാരണം ഈ ആരാധന കഴിഞ്ഞ് പിന്നെ ഓർത്താൽ ഈ സാധനം കിട്ടില്ലേ. അങ്ങനെ അച്ഛന് ആരാധനയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സോങ് അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടായിട്ടുള്ളൊരു ദിവ്യകാരുണ്യ അനുഭവം? ഇപ്പം ഞാൻ ഇത്രയും പാട്ടുകൾ എനിക്ക് ഉണ്ടെങ്കിലും പാടാനും കമ്പോസ് ചെയ്യാൻ എഴുതാനൊക്കെ പറ്റുമെങ്കിലും എൻ്റെ കോൺഫിഡൻസ് ദിവ്യകാരുണ്യമാണ്. വെറുതെ ഞാൻ പാട്ട് എനിക്ക് പാടാൻ ധൈര്യമില്ല. എനിക്ക് അതിനുള്ള, ഞാനൊരു പെർഫോമറല്ല. എനിക്ക് എൻ്റെ പാട്ടുകൾ തന്നെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സമ്മാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഐ എം പ്രീസ്റ്റ്. ഞാൻ അച്ഛനായതുകൊണ്ടാണ് എനിക്കിത്രയും പാട്ടുകൾ കിട്ടിയത്. ക്രൂശിതനെ ഉദ്ധിതനെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനിടയിൽ നജീം അർഷാദ് എന്നോട് പറഞ്ഞു, അച്ഛന് വേണ്ടി സിനിമയിലൊക്കെ വേണ്ടി നോക്കാം, അച്ഛൻ്റെ കമ്പോസിങ്ങിന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്, അച്ഛൻ എന്തിനാണ് ഈ ഉടുപ്പ് കിട്ടി നടക്കുന്നത്, തമാശിക്കാനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നജീമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നജീമെ ഞാൻ ഉടുപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ സത്യത്തിൽ ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ഇപ്പം എന്നെ കേൾക്കുന്ന വൈദികരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഏത് ജീവിതാന്തസ്സാണെങ്കിലും നമ്മൾ ആ ജീവിതാന്തസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിനോട് വിശ്വസ്തത കാണിക്കുമ്പോൾ, അതിനെ സ്നേഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈദികൻ, ഞാനൊരു അച്ഛനായിട്ട് പറയാം, അച്ഛന്മാർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പൗരോഹിത്യത്തെ സ്നേഹിക്കണം. പൗരോഹിത്യ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സാണ് പാട്ടുകൾ. ഒന്നത്. രണ്ട്, എനിക്ക് ഇത് ചെയ്യാനുള്ള എൻ്റെ എല്ലാ മിനിസ്ട്രിയിലും കോൺഫിഡൻസ് ആകെയുള്ളത് ദിവ്യകാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യമുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 11 കൊല്ലമായിട്ട് യൂറോപ്പിൽ എൻ്റെ മിനിസ്ട്രിയിൽ എല്ലാ വീക്കെൻഡ് ഏതെങ്കിലും രാജ്യത്താണ്. എനിക്ക് ആകെയുള്ള ധൈര്യം, അവിടെ ഒരു കാര്യം സംഭവിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങൾ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ, ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും ഞാൻ മരിച്ചവർ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ മരിച്ചു പോയവർ. അപ്പോൾ ദിവ്യകാരുണ്യം എനിക്കൊരു ലഹരിയാണ്, ഒരു നിധിയാണ്. അച്ഛാ, ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ പാടണേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. അച്ഛാ, ഈ പാട്ട് ചെയ്തപ്പോണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ അത് ഒരുപാട് ഹൃദയങ്ങളെ ഉണർത്തിയൊരു പാട്ടാണ്. എന്തായിരുന്നു അച്ഛൻ്റെ ആ പാട്ട് ചെയ്തപ്പോണ്ടായ അനുഭവം? ഈ പാട്ട് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ റോമിൽ, അതാണ് തിയോളജി പഠിച്ചപ്പോൾ ചെയ്തൊരു പാട്ടാണ്. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഭൂരിപക്ഷവും ഞാൻ തന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലിറിക്സ് ഞാനല്ല എഴുതിയിരിക്കുന്നത്, മോളി പ്ലാത്തോട്ട് എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഓക്കെ. അപ്പോൾ ആ ചേച്ചി കുറേ പാട്ടുകൾ എഴുതി. ആ ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കേണ്ട സമയത്ത് ഈ പാട്ടുകൾ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞതിന് നടന്നില്ല. അപ്പോൾ പിന്നീട് ഈ ചേച്ചി ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ആദ്യത്തെ പാട്ട് ചെയ്തത്. അതൊരു ആത്മം നൊന്ത് കരഞ്ഞപ്പോൾ എന്നൊരു പാട്ടാണ്. പിന്നീട് ഓ ദിവ്യമാം സ്നേഹമേ ചെയ്യുന്നത്. ഈ പാട്ട് ചെയ്തപ്പോഴേക്കും എൻ്റെ മനസ്സിലെന്ത്, ഈ തിരുവത്താഴമേശയിലെ സമ്മാനമേ ബ്യൂട്ടിഫുള്ളായൊരു പ്രതീകമാണ്. ഉറപ്പായിട്ടും. വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് ഒരു അത്താഴമായി തന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അത്താഴം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ചൂടും തണുപ്പും അലച്ചിലും ആകുലതയും കഴിഞ്ഞ് വീടണയുന്നവന്
കുടുംബം കൊടുക്കുന്ന സമ്മാനമാണ് അത്താഴം. അത്താഴം. ആ ഡേയുടെ മുഴുവൻ ക്ഷീണവും അവിടെ മാറും. ഓക്കെ. അപ്പോൾ വിശുദ്ധ കുർബാന അങ്ങനെയാണ്. അതായത് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, അലച്ചിലുകൾ, ഉത്കണ്ഠകൾ, ഒടുവിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവന് എല്ലാത്തിനുമുള്ള വിശപ്പിൻ്റെ, ദാഹത്തിൻ്റെ ശമനം ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ തളർന്നിരിക്കുന്നവരാണെങ്കിൽ, ഒരുപാട് അലച്ചിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് യോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കണം. ഈ അത്താഴം എല്ലാ ക്ഷീണവും അകറ്റുന്നതാണ്. അച്ഛാ, ഈ കുരിശാണ് രക്ഷ, അല്ലെങ്കിൽ കുരിശിനെ രക്ഷ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ തട്ടുന്ന 1-2 ഗാനങ്ങൾ. അച്ഛന് പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ്റെ പല പാട്ടുകളിൽ അങ്ങനെ ഒരു ക്രൂശ്, രക്ഷ, സ്നേഹം എന്നുള്ളൊരു ഓപ്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. അച്ഛന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയൊരു പാട്ട് ഏതായിരിക്കും? അത് ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്ത അപ്പമിതാ, സ്വർഗം പാകം ചെയ്ത അപ്പമിതാ. വിശുദ്ധ കുർബാനയെ പറ്റി ഒറ്റ വാക്കിൽ പറയാവുന്നൊരു കാര്യമാണ്, ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്ത അപ്പമിതാ. ഒരുപാട് ധ്യാനിക്കാവുന്ന ഒരു വരികളാണ്. ക്രൂശാകുന്ന മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പം, സ്വർഗം പാകം ചെയ്തപ്പം. അപ്പോൾ ഈ അടുത്തൊരു കപ്പിസ്റ്റൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ ഈ പാട്ടിന് കൊടുത്തൊരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞിങ്ങനെയാണ്, സ്വർഗത്തിൽ ഒരു അപ്പം പാകം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ മാലാഖമാരൊക്കെ കരയുന്നുണ്ട്. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അപ്പമായി നൽകാനുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ അത് സ്വർഗത്തിലെ അടുക്കളയാണ്. എന്നാൽ ഭൂമിയിൽ ഇത് സ്വീകരിക്കുന്നവരും ഇതിന് നിൽക്കുന്നവരും യാതൊരുവിധ ചിന്തയില്ലാതെ, ഒരുക്കമില്ലാതെയാണ് ഇത് കൈക്കൊള്ളുന്നു. ചിലർ സ്വീകരിക്കുന്നു, ചിലർ സ്വീകരിക്കുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ചില പാട്ടുകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ആളുകൾ ധ്യാനിച്ചു പോകുന്നത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് വളരെ എൻ്റെ ഒരു ഫേവറേറ്റാണ്. അതിനകത്ത് അതിൻ്റെ അടുത്തൊരു സ്റ്റാൻസയുണ്ട്, കന്യകമേരിയ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ, കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുധനേ. അച്ഛന് പെട്ടെന്ന് വരുന്നൊരു പാട്ടൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഉള്ളിൽ ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ് നമ്മുടെ ക്രൂശിതനെ ഉത്തിതനെ. കാരണം പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റ് പല സ്ഥലത്തും പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയാൽ എന്നെ പൊതിയണമേ മേലെ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ. പക്ഷേ ഈ ഒരു പാട്ടിലേക്ക് വന്നപ്പോൾ അത് നേരെ ഒന്ന് അതിൻ്റെ ക്രൂശിതനെ ഉത്തിതനെ മർത്യനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. അച്ഛാ, ഈ പാട്ടുകൾ എഴുതുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നൊരു രീതി എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ? അതൊരു എന്തൊരു അത്ഭുതമാണെന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രെയിൻഡ് മ്യൂസിഷ്യനും അല്ല, ഒരുപാട് വായിക്കുന്ന ആളുമല്ല. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര കൊളോക്കിയൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളാണ്, വലിയ സാഹിത്യവാക്കൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ പാട്ടുകൾ വരാൻ തുടങ്ങുമ്പോൾ മറ്റൊരാൾ എനിക്കെന്തോ പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് എപ്പോഴും, എനിക്ക് തന്നെ ഇത് ഞാൻ എഴുതിയതാണോ സംശയം തോന്നാറുണ്ട്. എനിക്ക് അത്രയും വിവരമില്ല. അത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ഗിഫ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. വലിയൊരു ഗിഫ്റ്റാണ്. കാരണം പിന്നെ ഞാൻ പാട്ട് എനിക്ക് വരുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പ്രത്യേകിച്ചൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ പുതിയ എന്തെങ്കിലും കാര്യം പറയാൻ വേണം. ഉറപ്പായിട്ടും. ഒരു പക്ഷേ ഇതുവരെ ആരും ചിന്തിക്കാത്ത കാര്യം എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും പാട്ടിൽ പറഞ്ഞിട്ടില്ല. അതിൽ ഉപയോഗിക്കേണ്ട ചില, അപ്പോൾ എന്നെ പൊതിഞ്ഞ് പിടിക്കണമെന്നുള്ള വരി ഒരു പക്ഷേ ഒരുപാട് പ്രയറിൻ്റെ ഭാഗമായത് പാട്ടിന് ശേഷമായിരിക്കാം. കാരണം ഈ വാക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ എന്നൊരു പക്ഷേ. പിന്നെ തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയ എന്നെ പൊതിഞ്ഞിടുമോ അല്ലേ നിൻ പാർശ്വത്തിൽ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഡെലിബറേറ്റ്ലി ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ആവണതല്ല, സത്യത്തിൽ ഇറ്റ്സ് ഗിഫ്റ്റ്. പക്ഷേ അച്ഛൻ എഴുതുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞു തരുന്ന പോലെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഇതിനകത്ത് സാഹിത്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു റിയലായിട്ടുള്ള കുറച്ച് നമ്മളെവിടെയൊക്കെയോ സ്പർശിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ കൊളോക്കിയലായിട്ട് സംസാരിക്കുന്ന ചില സാധനങ്ങളൊക്കെ അതിൻ്റെ ട്യൂണിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ശരിക്കും, ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു റിട്രീറ്റ് സംഭവിക്കണം. അങ്ങനെ അച്ഛന് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറഞ്ഞാൽ അച്ഛൻ്റെ പാട്ടുകളിൽ ഏത് പാട്ടായിരിക്കും അച്ഛൻ പറയാം? പക്ഷേ ക്രൂശിതന് ഉദ്ദിന തന്നെയായിരിക്കും. എനിക്ക് അതിനകത്ത് തോന്നിയൊരു കാര്യമുണ്ട്. അതായത്
ഈ പാട്ടുകളുടെ ഒരു പ്രോസസ്സ്, പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്സ്, ഒരു ഫിലിം സോങ്സ് ഒരു പക്ഷേ ഒരു എൻ്റർടൈനിങ് മൂഡാണെങ്കിൽ, ഡിവോഷണൽ സോങ്സ് പലപ്പോഴും ആവർത്തിച്ച് ഇപ്പോഴും പാടുന്ന ഇറ്റ്സ് എ ഹീലിംഗ് ഒരു പ്രോസസ്സുണ്ട്. അതായത് ഒരു മുളന്തണ്ടിൽ വീഴുന്ന എല്ലാ മുറിവുകളും മുളന്തണ്ടിൽ സംഗീതം ഉണ്ടാക്കുന്നില്ല. ഈ മുറിവുകൾ തമ്മിൽ നിശ്ചിത അകലം വേണം. അതൊരു മ്യൂസിഷ്യൻ്റെ കയ്യിൽ ചെല്ലണം. എനിക്ക് തോന്നുന്നുണ്ട് കാൽവരി കുരിശൊരു മുളന്തണ്ടായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ കയ്യിലിരുന്നൊരു മുളന്തണ്ടാണ്. അവനിൽ വീണ മുറിവുകൾക്ക് ഈ ലോകത്തെ മുഴുവൻ സുഖപ്പെടുത്താവുന്നൊരു സംഗീതം കൊടുക്കാൻ പറ്റി. ഈ ക്രൂശിതന ഉദ്ദിനം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയത്തുണ്ടായ ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടുകൾക്ക് നമ്മളടയ്ക്കേണ്ട ഒരു ടാക്സ് ഉണ്ട്. നമ്മൾ കടന്നു പോകുന്നൊരു പെയിൻ. ഇപ്പോൾ ചിരിക്കാൻ കാരണം ചെയ്യുമ്പോൾ, ജീവിക്കാൻ കാരണം ചെയ്യുമ്പോൾ, തോളത്ത് മയങ്ങിയോർ മറക്കുമ്പോൾ, തൊലി ഉരിയുമ്പോൾ പഴിക്കുമ്പോൾ എന്നൊക്കെയുണ്ട്. അത് ആ സമയത്ത് ഞാൻ കടന്നുപോയൊരവസ്ഥയാണ്. നമ്മുടെ കരച്ചിലുകളാണ് പലപ്പോഴും മറ്റുള്ളവരുടെ കരച്ചിൽ നിർത്താനുള്ള പാട്ടായി മാറുന്നത്. അത് ജീവിതം കൊണ്ട് നമ്മൾ അതിനൊരു ടാക്സ് അടയ്ക്കണം. അതൊരു AC റൂമിലിരുന്ന് ചാരിക്കിടന്നാൽ ഹൃദയത്തെ തൊടുമെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും പറ്റില്ല. നമ്മളെ സ്പർശിച്ച ചില അനുഭവങ്ങളായിരിക്കും മറ്റു പലർക്കും ആശ്വാസമാകുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അച്ഛൻ്റെ പല പാട്ടുകളിലും ബിബ്ലിക്കലായിട്ടുള്ള ഒരുപാട് പ്രതീകങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ചില പാട്ടുകളിൽ ചില വാക്കുകൾ കൂടുതലായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ അച്ഛൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള വാക്ക് അച്ഛൻ അറിയോ, അല്ലെങ്കിൽ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അടുത്ത് ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു വാക്ക് സെറാഫുകൾ എന്നൊരു വാക്കാണ്. അപ്പോൾ മാതാവിൻ്റെ പാട്ടിൽ സെറാഫുകൾ ചിറകു വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ, അത് എഴുതാൻ കാരണമുണ്ട്. അതായത് ഈ ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ മറിയം എന്ന് വിളിക്കുന്നില്ല, കൃപ നിറഞ്ഞവളെ സുസ്തി. കാരണം ഈ കൃപയിൽ മറിയമാണ് മാലാഖയ്ക്ക് മുമ്പിൽ. ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എഴുതിയത്. സേറാഫുകൾ ചിറകു വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ, ക്രൂവേന്മാരാരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. ഈ വാക്ക് തന്നെ ക്രൂശാകം മേശയിൽ എന്ന പാട്ടിൽ ഉണ്ട്, വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അത് യേശയ്യാ പ്രവചനം 6-ാം അധ്യായമാണ്. ഞാനിത് വായിക്കുമ്പോഴൊക്കെ, അതായത് സെറാഫുകളിലൊന്ന് കൊടിൽ കൊണ്ട് ബലിപീഠത്തിൽ നിന്ന് തീക്കനൽ കൊത്തിയെടുത്ത് യേശയ്യായുടെ നാവിൽ വെച്ചു. യേശയ്യ തൻ്റെ അശുദ്ധിയെപ്പറ്റി ഇങ്ങനെ വിലപിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. എന്നിട്ട് ഈ തീക്കനൽ യേശയ്യയുടെ നാവിലേക്ക് വെച്ചിട്ട് പറയുക, നിൻ്റെ അശുദ്ധിയെല്ലാം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയുടെ പാട്ടിൽ ഇത് എഴുതണമെന്ന് ഇങ്ങനെ കുറേ നാളായി ഇങ്ങനെ ഓങ്ങി വെച്ചേക്കണം. അത് നമ്മൾ ക്രൂശാകം മേശയിൽ അങ്ങനെ എഴുതി. സേറാഫുകൾ ഒന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. അതുകൊണ്ട് നാളെ മുതൽ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, യേശയ്യാ 6 നിങ്ങൾ തുറന്ന് വായിക്കണം. അപ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ഫീലാണ്. സെറാഫുകളിലൊന്ന് യേശയ്യായുടെ അടുത്തേക്ക് കൊടിൽ കൊണ്ട് തീക്കനൽ കൊത്തിയെടുത്ത് വന്നതുപോലെയാണ് അച്ഛൻ മാലാഖമാർക്കൊപ്പം ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതോടെ നമ്മുടെ എല്ലാ അശുദ്ധിയും നീക്കം ചെയ്യപ്പെടും. ആമേൻ. ശരിയാണ് അച്ഛാ. പക്ഷേ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആഴം, അച്ഛനിപ്പോൾ പറഞ്ഞ ആ ആഴം ശരിക്കും സ്വീകരിക്കുന്നവർക്ക് അതൊരു ദൂരത്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, അതിൻ്റെ ആ അനുഭവം എന്ന് പറയുന്നത് പലർക്കും വിദൂരത്താണ്. അത് സ്വീകരിക്കുമ്പോൾ പലർക്കും അത് കിട്ടുന്നുണ്ടെന്ന സംശയമുണ്ട്. എന്താണ് അച്ഛൻ്റെ അച്ഛൻ കണ്ടിട്ടുള്ളത്? അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും തിരിച്ചറിയപ്പെടാതെ പോയ സ്നേഹത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. ഈ ആഴവും സ്നേഹവും അറിയുമ്പോഴേ ശരിക്കും എല്ലാ ബന്ധങ്ങളും നേരെയാവൂ. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എന്തോരം സ്നേഹിക്കുന്നു പറഞ്ഞാലും ദിവ്യകാരുണ്യം, ഈശോയുടെ സ്നേഹം അതിലേക്ക് ഒഴുകുമ്പോഴാണ് ആ ബന്ധം ഭംഗിയാവുള്ളൂ. ഈ ലോകത്തുള്ള ഏത് സൗഹൃദങ്ങളാകട്ടെ, അത് ഒന്നുകിൽ അത് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അത് ചങ്ങലയായി ബന്ധിക്കും. ഈ ബന്ധിക്കാത്ത, പൊട്ടിപ്പോകാത്ത സ്നേഹബന്ധത്തിൻ്റെ നൂല് വരുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരാഴം നമ്മൾ അറിയാതെ പോകുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ വാവാ ഈശോ എന്ന പാട്ടിൽ അതിങ്ങനെ എഴുതിയിട്ടുണ്ട്. കുറേ അതിൻ്റെ വരികളെല്ലാം തന്നെ അങ്ങനെയാണ്. അത് ഫൗസ്റ്റീനാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മാലാഖമാർക്ക് മനുഷ്യരോട് അസൂയുണ്ട് ഈ 2 കാര്യത്തിലാണ്. ഒന്ന്, ദിവ്യകാരുണ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്തത്, 2 സഹിക്കാൻ പറ്റാത്തത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഈശോയെ കൈക്കൊള്ളാൻ കഴിയാതെ കൊതിയോടെ കുഞ്ഞു മാലാഖ നിൽക്കുമ്പോൾ
പൊന്നു പാത്രം വിട്ട് പൊന്നീശോ എത്തുന്നു, എന്നെയും പൊന്നോമനയാക്കാൻ. അതിൽ ജോൺ മരി വ്യാനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തി കുർബാനയ്ക്ക് പോയിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാതിരിക്കുന്നത് ഒരു നീരുറവയുടെ അടുത്ത് ദാഹജലം കിട്ടാതെ ഒരാൾ കടന്ന് മരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി: ഈശോയെ കൈക്കൊള്ളും നേരമെന്നുള്ളത്തിൽ കാവൽ മാലാഖ പാടുന്നു, ദാഹിക്കും ഹൃദയമിതാ നീരുറവയാകുന്നു, സ്വർഗീയ നീർച്ചാലൊഴുകുന്നു. ദാഹിക്കുന്ന ഹൃദയത്തോടെ പോകുന്ന ഒരാൾ സ്വർഗീയ നീർച്ചാല് പോലെ തിരിച്ചു പോകുന്നു. ഞാൻ ജർമ്മനിയിൽ സിസ്റ്റേഴ്സിനൊരു ധ്യാനം നടക്കുന്ന സമയത്ത്, ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാൻ റോമിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാതാവിൻ്റെ ഒരു ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈശോ എന്നോടിങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് എല്ലാവരുടെയും ഉള്ളിലേക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ചിലരുടെ ഉള്ളിലേക്ക് പോകാൻ പേടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ പേടിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നുകയാണ് ശക്തമായിട്ട്, എല്ലാവരും എന്നെ ആഘോഷമായിട്ട് പാട്ടുപാടി സ്വീകരിക്കും, ഭയങ്കര ആഘോഷമാണ് തിരുക്രമങ്ങളൊക്കെ. പക്ഷെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഉടനെ അവരെന്നെ മറക്കും. പലരുടെയും ഹൃദയത്തിൽ എനിക്ക് കഠിനമായ ഏകാന്തതയാണ്. ചിലരുടെ ഉള്ളിൽ ഞാൻ കാരാഗൃഹത്തിൽ എന്ന പോലെ അടയ്ക്കപ്പെടുന്നു. ഇപ്പോൾ ജോജോ പറഞ്ഞൊരു കാര്യം, അനുഭവമാകാത്തത് നമ്മളിതൊരു വെറും ഒരു അപ്പമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, അപ്പത്തിൽ വാഴുന്ന ഈശോയാണ്. ഒരു വ്യക്തിയെ ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ അത്രയും പ്രിപ്പറേഷൻ വേണം. അപ്പം ഞാൻ അന്ന് അങ്ങനെ അത് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി: പള്ളിയിൽ നിന്നു ഞാൻ ഇന്നു മടങ്ങുമ്പോൾ നിന്നെ മറക്കില്ല ഈശോയെ, എൻ കൊച്ചു ഗേഹമാം ഹൃദയത്തിൽ ഈശോ നീ ഏകനാകില്ല ഒരു നാളും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇടയ്ക്ക് ചോദിക്കണം, ഈശോയെ സുഖമാണോ, എൻ്റെ ഉള്ളിൽ വന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആരും ഒറ്റയ്ക്കല്ലല്ലോ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ജർമ്മനിയിലെ സിസ്റ്റേഴ്സിനൊരു ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ ഉണ്ടോ, ഞാൻ ഇവിടെ ഭയങ്കര തണുപ്പ്, വിശ്വാസം ഇല്ലാത്തവർ, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിനെ പറ്റി ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ സിസ്റ്ററോട് പറയാൻ എൻ്റെ ഉള്ളിൽ തോന്നില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈശോയ്ക്ക് വരാൻ വേറൊരു വഴിയില്ലെന്ന് ഈശോ കണ്ടു. എന്ത് ചെയ്തു? എന്നും കുർബാന സ്വീകരിക്കുന്ന ഒരു സിസ്റ്റർ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഈശോയ്ക്ക് സിസ്റ്ററിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇത് കൂടെ നടക്കാമല്ലോ. ഇത് പറയുമ്പോൾ സിസ്റ്റർ അന്നേ പോണില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ ഇപ്പോഴും ജർമ്മനിയിലുണ്ട്. അത് മനസ്സിൽ വെച്ച് എഴുതിയാണ് അടുത്ത വരി: എന്നോടെ ഓർമ്മയിൽ രാജകുമാരൻ നീ, സ്നേഹത്തിൻ പല്ലവിയും നീ, സഞ്ചരിച്ചിടുന്ന അരുളിക്കയാകാം ഞാൻ, ഈശോയ്ക്കായി ലോകം ചുറ്റാം ഞാൻ. സത്യത്തിൽ നമ്മൾ സക്രാരിയല്ല, അരുളിക്കയാണ്. മോൺസ്ട്രൻസ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് അരുളിക്കയുടെ. ടു ഷോ എന്നാണ്. ഈശോയെ കാണിക്കേണ്ട അരുളിക്കകളാണ് നമ്മൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം, കുർബാന സ്വീകരിച്ച് നിങ്ങൾ നടക്കുന്നതൊക്കെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങൾ പോകുന്ന ക്യാമ്പസിൽ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ചിരിക്കണം. അപ്പോൾ ഈശോ ചിരിക്കുന്നവരവർക്ക് തോന്നും. നിങ്ങൾ അവരെ തൊടുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച രോഗിയെ തൊടുമ്പോൾ ഈശോ തൊടുന്ന പോലെ തോന്നും. നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ നോക്കി നിങ്ങൾ ചിരിച്ചിട്ട് എന്താ കാര്യം, നമ്മൾ ചിരിച്ചിട്ട് എന്താ കാര്യം അല്ലേ? ഈശോയെ ഞാൻ ചിരിക്കുമ്പോൾ നീ ചിരിക്കുന്നവർ അവർക്ക് തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തുടക്കത്തിൽ നമ്മൾ അമ്മയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. അമ്മ നിന്നത്, ഇരുന്നത്, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചത്, കുർബാനയ്ക്ക് നിന്നത്, അവിടെ നിന്നാണ് ഞാൻ ഇതിലേക്ക് എത്തിയതെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മയുമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ എന്താണ് അച്ഛൻ പറയാനുള്ളത്? അമ്മ വളരെ സ്നേഹമുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷേ ഈ അമ്മയുടെ സ്നേഹം, സാന്നിധ്യം എനിക്കൊരു 15 വയസ്സ് വരെ കിട്ടിയുള്ളൂ. അമ്മച്ചിക്ക് 40 വയസ്സ്, എനിക്ക് 15 വയസ്സിൽ അമ്മച്ചി മരിക്കുന്നു. പക്ഷെ അമ്മ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോഴൊക്കെ പറയാതെ പറഞ്ഞതൊരു കാര്യം ഉണ്ടായിരുന്നു: നിനക്ക് വേറൊരു അമ്മയുണ്ടെന്ന്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് എത്തുന്നത്. മാതാവിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ അങ്ങോട്ട് പോയതില്ല, അമ്മ എൻ്റെ അടുത്തേക്ക് വന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടൊരു അമ്മ കുഞ്ഞിനോട് ജപമാല ചെല്ലാൻ പറയുമ്പോൾ പറയാതെ പറയുന്നൊരു കാര്യം ഇതാണ്: നിനക്ക് വേറൊരു അമ്മയുണ്ടെന്ന. പ്രായമാകാത്ത, മരിക്കാത്ത, ഓർമ്മ കുറയാത്ത ഒരമ്മയുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അമ്മ നഷ്ടപ്പെട്ട് സങ്കടമുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മമാർ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതും കൊന്ത കൈ തന്നതൊക്കെ ഇത് പറഞ്ഞിട്ടാണ്. മറ്റൊരമ്മയുണ്ട്, മരിക്കാത്തൊരമ്മ. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ
അമ്മയുണ്ടായിട്ടും അമ്മയില്ലാത്ത പോലെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ കുറച്ച് സമയം അമ്മയെക്കുറിച്ചും ശരിക്കും ഒരു ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന പോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. ഒരുപാട് നല്ല വാക്കുകൾ, നല്ല അനുഭവങ്ങൾ. അപ്പോൾ ഒരുപാട് സ്നേഹം. നന്ദി അച്ഛാ. ദിവ്യകാരുണ്യത്തിൽ ഇനിയും തുടരട്ടെ. പുതിയ നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ. വീണ്ടും കാണാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.